ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പെരുന്നാൾ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് പെരുന്നാൾ വൈകിട്ടായി, ഞങ്ങൾ രാവിലത്തെ വ്ളോഗ് ഒന്നും എടുത്തില്ല. ഞങ്ങൾ കുറെ നാൾക്ക് ശേഷം ബീച്ചിൽ പോവാണ് അല്ലേ? കഴിഞ്ഞ ജാനുവരി അല്ല ഡിസംബർ 31 പോയിട്ടില്ല. ജാനുവരിയിൽ പോയിട്ടുണ്ട്. ഡിസംബർ 31 പോയിട്ട് ജാനുവരി 1 ഞങ്ങൾ തിരിച്ചു വന്നു. ഐഫോണൊക്കെ വാങ്ങിച്ച് കൊടുത്ത് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് പിന്നെ ഞങ്ങൾ ബീച്ച് കണ്ടിട്ടില്ല. നല്ല ചൂടാതെ വെറുതെ എന്നിട്ടും വിയർത്തൊഴിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എന്താ പറയാ 6 മണിയായി കറക്റ്റ്. ഞങ്ങളിതേ പോകാൻ വേണ്ടി പോവാണ്. ബാക്കി കാരണത്തിന് സംസാരം ഇപ്പൊ ലേറ്റ് ആയി, ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. ബീച്ച് വെച്ചാ ഞങ്ങൾ 4 മണി തൊട്ട് ഒരുങ്ങി ഇറങ്ങി കുറച്ച് പറ. ഉമ്മി കൊറേ നാള് ചേച്ചി ഈ വശിയാണ് ഉമ്മി ആദ്യമായിട്ടാ മൈലാഞ്ചി ഇട്ടിരുന്നത്. അവിടെ കാണിച്ചോളൂ മൈലാഞ്ചി, രണ്ട് കൈ ഒന്നിച്ചു വെക്ക്. നിങ്ങളുടെയൊക്കെ പെരുന്നാളൊക്കെ എവിടം വരെ? ഞങ്ങളുടെ പെരുന്നാള് ഇവിടം വരെ നിൽക്കുവാണ്. രാവിലെ ഫുള്ള് അലച്ചിലും അങ്ങനെ നേരത്തെ ജോലി ഒതുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ 4:30 മണിക്ക് എഴുന്നേറ്റ് രാവിലത്തെ ഫുഡ് നേരത്തെ ആക്കി. ഒരു 7 മണിയല്ല 7:30 രാവിലത്തെ ഫുഡിന്റെ പണിയെല്ലാം കഴിഞ്ഞു. അതെ, രാവിലെ ഫുഡ് എന്തായിരുന്നു? പത്തിരിയും ബീഫ് സ്റ്റൂ. കഴിഞ്ഞ വർഷം അത് തന്നെയായിരുന്നു. അരിപ്പത്തിരിയും ബീഫ് സ്റ്റൂ ആയിരുന്നു. പിന്നെ ഉച്ചക്ക് പിന്നെ കറി കഴിച്ചു, നമ്മുടെ സ്വന്തം കറി കഴിച്ചു. പിന്നെ ഉച്ചക്ക് ഞങ്ങള് ചിക്കൻ ബിരിയാണി വെച്ച് ഞങ്ങൾ അന്ന് ചെയ്ത കണക്ക് തന്നെ നമ്മുടെ ഇതിനകത്തിട്ട് ഫ്രൈ ചെയ്ത് ചിക്കൻ ബിരിയാണി അത് തന്നെ അതിലാക്കി. അപ്പൊ ഇക്കാടെ വീട്ടിൽ കൊണ്ട് കൊടുത്ത്, നൈസാടെ വീട്ടിൽ കൊണ്ട് കൊടുത്ത് പോയിട്ടെല്ലാം ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് 2 മണിയിലായപ്പോ പിന്നെ വിശന്ന് ശരിക്കിതായിപ്പോ ഞങ്ങള് പിന്നെ വന്ന് ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഇക്കായും പിള്ളേർക്ക് ഭയങ്കര കളിയും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ രാവിലെ ഇക്കച്ചും കൂടി പള്ളിയിൽ പോയി, അവരവിടെ നിന്ന് വന്നു. ഉമ്മ അടുത്ത് പാപ്പ അടുത്തൊക്കെ പോയി വന്നപ്പോ ഒരു 10:30 മണിയൊക്കെ ആയി. എന്ത് കിട്ടലുണ്ട് കത്തിച്ച കരഞ്ഞത്? എന്തുവാടോ ലിവർ അയ്യോ ഒരു കാര്യം കൂടെ വെച്ചിട്ട് ഇക്ക കുറച്ച് കരളും കൂടെ മേടിച്ചു കരല് വാപ്പി എനിക്ക് തന്നില്ല. വാപ്പി ഇക്കാക്കയും ആരും ഫുള്ളും തിന്ന് ഞങ്ങള് ഇക്ക കുറച്ച് ഇന്നലെ കരളും കൂടെ വാങ്ങിച്ചു. അപ്പൊ ഇത് ഫ്രൈ ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങള് നൈസയുടെ വീട്ടിൽ ഉമ്മയ്ക്കാടെ വീട്ടിൽ ഫുഡ് കൊടുത്ത് നൈസ വീട്ടിൽ പോയി ഇങ്ങനെ ഫുഡും കൊടുത്ത് വന്ന സമയത്ത് ഇക്കായും അച്ഛനും കൂടെ മൊത്തം അടിച്ച്. അതിനും കൂടെ ഒരാള് ഭയങ്കര മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ അറിയത്തില്ലായിരുന്നു. ഞങ്ങള് പോയിട്ട് വരാൻ ഒത്തിരി ലേറ്റ് ആവുമെന്ന് വിചാരിച്ച് ഞങ്ങള് ഇവർക്ക് ഫുഡെല്ലാം എടുത്ത് വെച്ചിട്ടാവും. അപ്പൊ ഞങ്ങള് പിന്നെ ഇക്കാരെല്ലാം ഫുഡ് കൊടുക്കാൻ പോയ സമയത്ത് പിന്നെ താമസിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഫുഡെല്ലാം എടുത്ത് ടേബിളിലെ പുറത്തെല്ലാം ഇതാക്കി വെച്ചിരിക്കും. അപ്പൊ ഇവര് പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഞങ്ങള് ഡോർ അടച്ച് ഗേറ്റും അടച്ചിറങ്ങിയപ്പോ ഇവർ അങ്ങനെ വരുന്നത്. പിന്നെ വിളിച്ച് പറഞ്ഞപ്പോ ഇവര് വിചാരിച്ച് ഇവർക്ക്, ഞാൻ പറഞ്ഞ നിങ്ങൾ ഫുഡ് കഴിച്ചു വന്നു. അപ്പൊ ഇവര് വിചാരിച്ച് ഇവർക്ക് മാത്രം എടുത്ത് വെച്ചിരിക്കുന്ന വിചാരിച്ച് അങ്ങനെ തകർത്തോടിക്കൊണ്ടിരിക്കുക. ഇവിടെ ഫുള്ള് തിരക്കാണ്. വഴിയിൽ നമ്മുടെ റോഡിലൊക്കെ നിറച്ചിങ്ങനെ വണ്ടി ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കും. ഒന്നാമത്തെ കാര്യം നമ്മുടെ പെരുന്നാളും കൂടി ആയതുകൊണ്ട് അതിന്റെ ബ്ലോക്കും ഉണ്ട്. നമ്മളെ പുരാൻ കാണാൻ നാളെ പോകും ഗൈസ്. നാളെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിരിക്കും. സത്യം കേട്ടു, പെരുന്നാളിന്റെ പിറ്റേ ദിവസമാണ് സിനിമ കൊണ്ടുപോകാന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ സിനിമയുടെ കുറെ നല്ല ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി. പിന്നെ എന്തായാലും നമ്മള് സിനിമ കാണുന്നില്ല. പിന്നെ നമുക്ക് എല്ലാം കാണാം, നെറ്റ്ഫ്ലിക്സിൽ കൂടെ കാണാം. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തോ മൈലാഞ്ചി ഒരു ശാപമാണ്. നമ്മൾ കഴിഞ്ഞ വർഷവും മൈലാഞ്ചി ഇതേപോലെ ഇടാനായിട്ട് വാങ്ങിച്ചു. ഈ വർഷം അതേപോലെ 1-1.5 ആഴ്ചക്ക് മുന്നേ വാങ്ങിച്ചു വെച്ചു. പക്ഷെ കണ്ടാ പറ്റിയില്ല. പക്ഷെ അതിനും വേണ്ടി ഇവിടെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും കയ്യില് അപ്പുറം ഇപ്പുറം ഒക്കെ ഇവിടെ ഇല്ല, ഫുള്ള് കയ്യാപ്പിട മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മള് നൈറ്റ് ഇടാന്ന് വെച്ച് മാറ്റി വെച്ച് അതേപോലെ ഒന്നും നടന്നു. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ അതെ എന്താ പണി കിട്ടിയെന്ന് അറിയാമോ? ഞങ്ങൾ ഇന്നലെ ഇപ്പൊ സാധാരണ ഞങ്ങൾ
ഞങ്ങൾ അരിപ്പത്തിനിടയ്ക്ക് അന്ന് കഴിഞ്ഞ പ്രാവശ്യം വ്ലോഗ് എല്ലാം ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം അരിപ്പത്തിരി കടയിൽ നിന്നാണ് മേടിച്ചത്. ഇവർക്ക് അത്രയും പണി മാത്രം കടയിൽ നിന്നാണ് മേടിച്ചത്. അരിപ്പത്തിരിയുടെ ഒരു പണിയുണ്ട്. കാരണം വെച്ചാൽ അരിപ്പത്തി ഞാൻ നൈസാണ് വാങ്ങിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു കടയിൽ പോയി വാങ്ങിക്കാൻ വെച്ചാൽ അത്രയും നേരം കുത്തിയിരുന്ന് പരത്താൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു. കടയിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ അടുത്തുള്ളൊരു കടയിൽ പോയപ്പോൾ അവർ പറഞ്ഞു 3 ട്രിപ്പ് സാധനം വന്നു. പെരുന്നാൾ നാളെയാണെന്ന് വിചാരിച്ചിട്ട് ചുമ്മാ വരും പോകുന്നതാണ്. അവർക്ക് ഉറപ്പില്ല. പിന്നെ ഇവിടെ നിന്ന് കിട്ടത്തില്ല. ഞങ്ങൾ ഉറപ്പ് 8 മണിക്കുള്ളിൽ വന്ന് നോക്കി കിട്ടുമെങ്കിൽ തരാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. ഞങ്ങൾ അവിടുന്ന് നേരെ മറ്റേ സെക്രട്ടറി അവിടെ പോയി. അവിടെ കിട്ടിയില്ല. അവിടുത്തെ പിന്നെ നേരെ ഞങ്ങൾ കളക്ട്രേറ്റിന് അവിടെ പോയി. അവിടെ ചെന്നപ്പോ അവര് ഉണ്ട്, പക്ഷെ അന്നേരം സാധനം ഇല്ല. അവിടെ സാധനം വരുമ്പോ തരാന്ന് പറഞ്ഞ് ഞങ്ങൾ പൈസ ഫുൾ പേയ്മെന്റും കൊടുത്തിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് അപ്പൊ ഇക്ക പോയിട്ട് പെരുന്നാൾ ഉറപ്പിച്ചപ്പോ ഇക്ക പോയി ഇറച്ചിയൊക്കെ വാങ്ങിച്ചു. അപ്പൊ ഞങ്ങൾ പിന്നെ സബോള പൊളിക്കൽ അങ്ങനെയുള്ള സാധനം ഞാൻ ഇവരോട് 2 ദിവസം മുമ്പ് പറഞ്ഞായിരുന്നു ഈ സാധനം ഓർഡർ ചെയ്യണം, നിങ്ങൾ പറഞ്ഞിട്ട് പോകണമെന്നൊക്കെ. നമുക്കറിയാം ഇത്രയും ആൾക്കാർ പണ്ടത്തെ കണക്കൊന്നുമല്ല. ആൾക്കാര് മിക്ക വീടുകളിൽ ഇപ്പൊ ഇന്ന് തന്നെ രാവിലെ എന്റെ കൂട്ടുകാരൻ വേണ്ടിട്ട് ഞങ്ങൾ ഏകദേശം 4 ഷോപ്പിൽ പോയി. എല്ലാം അടച്ചിട്ടിരിക്കുന്നു. 42 വരെ തരാൻ തോന്നുന്നു. ലാസ്റ്റ് അതും കിട്ടിയില്ല. അപ്പൊ എന്തായാലും ആൾക്കാരൊക്കെ പണ്ടത്തെ ഞങ്ങൾ 2 ദിവസം മുന്നേ പോയായിരുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഹിന്ദിക്കാരാ. ഞാൻ പറഞ്ഞു ഈ പത്രികടയായിരുന്നു. ഞങ്ങള് പറഞ്ഞ് ഞങ്ങക്ക് പെരുന്നാളിന് രാവിലെ അരിപ്പത്തിന് വേണമെന്ന്. അവര് പറഞ്ഞ അവർക്ക് ആകെ അറിയാവുന്ന മലയാളം 4 മണി കഴിഞ്ഞിട്ടോ 4 മണി കഴിഞ്ഞത് കൊറേ പറഞ്ഞു നോക്കിട്ട് അവർക്കൊന്നും മനസ്സിലാവും. അവസാനം പറഞ്ഞ ഈ സാധനം പോയിട്ട് നമ്മളിവിടെ ഇവിടുത്തെ മെയിൻ ഫോട്ടോഷൂട്ട് സ്ഥലം ഇവിടെ. ഞങ്ങൾ അതിന് മുന്നേ ഇവിടെ ചെറിയ ഷോർട്സ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയും ചെയ്തു. അവിടെ ഇപ്പം പെരുന്നാൾ നിറച്ച് പോയിട്ട് നമ്മൾ അങ്ങോട്ട് പക്ഷെ പോകുന്ന സമയത്ത് ഭയങ്കര ഇരുട്ടായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഒരു വൈകിട്ടല്ല ഈ സമയത്തൊക്കെ വന്നിട്ട് ഞങ്ങൾ കാണിച്ച നല്ല ഭംഗി അവിടെ കാണാനുണ്ട്. മിക്കവരുടെ ഫോട്ടോഷൂട്ട് നമ്മുടെ വെഡിങ് എല്ലാം അവിടെ വെച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിതാ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലൊക്കെ നല്ല ഇവിടെ നിന്ന് ബ്ലോക്കില്ല, പക്ഷെ അങ്ങ് അറ്റം ചെല്ലുമ്പോഴത്തേക്ക് ബ്ലോക്ക് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ബീച്ചിൽ എന്തായാലും നല്ല ആളുണ്ടാവും. പക്ഷെ കൊറേ നാൾക്ക് കഴിഞ്ഞ് പോകുന്നോണ്ട് എന്തോ ഒരു പ്രത്യേകത പോലെ ഉണ്ട് അല്ലെ. കയാപ്പിയാണെങ്കിൽ ഇന്നലെ തൊട്ട് പറഞ്ഞിരിക്കുക ബീച്ച് 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 ബീച്ച്. പാർക്കിലാന്ന് വിചാരിച്ച ചിലവരൊക്കെ നമ്മുടെ കൂടെ വരുന്നത് അല്ലേ. നമ്മളിന്ന് പാർക്കിൽ പോകുന്നതല്ല. ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം ഇതേണക്കനായിരുന്നു. ഇവരുടെ ഡ്രസ്സ് എടുത്തിട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അന്ന് നമ്മുടെ വ്ലോഗ് എല്ലാം വളരെ ഇന്നും സെയിം തന്നെയാണ്. എനിക്ക് തീരെ ഇഷ്ടപ്പെടില്ല. ഷർട്ട് ഭയങ്കര ലൂസ്, പാന്റ് അതിനേക്കാൾ ലൂസ്. പിന്നെ ടീഷർട്ട് എടുത്ത് അതെനിക്ക് ഇപ്പൊ ഇട്ടിട്ട് കൊള്ളത്തില്ല. അതെന്നൊക്കെ പറയാം. നമുക്ക് ആകെ 10 മിനിറ്റ് ഡ്രസ്സ്. ഇനിയിപ്പൊ ഞാൻ എന്തായാലും ഇവരോടെ പോയി എടുക്കുന്ന പരിപാടി ഞാൻ നിർത്തി. ഞാനിപ്പോ തന്നെയാണ് പോയിക്കോളെ ഫ്രണ്ട്സായിട്ട് വെക്കുന്നത്. അത് തന്നെ നല്ലത് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ഒന്നാമത്തെ കാര്യം ടൈം കിട്ടുന്നില്ല. 10 മിനിറ്റ് ഒക്കെയാണ്. 6:15 ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറുന്നത്. 6:36 ഭാഗം കുളിക്കും. 6:00 ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഒരു നീരസമാണ് എന്റെ ഫേസിൽ ഫുൾ ആയിട്ടുള്ളത്. പക്ഷെ നമ്മള് ഡ്രസ്സ് എടുത്ത സമയത്ത് അവിടെ ചിപ്പ് നോക്കിയപ്പോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് ഒരുമാതിരി മറ്റേ കൈത്തറില്ലേ അല്ലേ, അങ്ങനത്തെ ഒരു മോഡൽ. എന്തൊരു പേര് അറിയത്തില്ല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇക്കയ്ക്ക് ഇല്ലാത്ത ഒരു ഷർട്ടിന്റെ കളറാണ്. പക്ഷെ ഇന്നിട്ടപ്പോ എന്തോ ഇക്കയ്ക്ക് അത്ര കൂടി ഇഷ്ടപ്പെട്ടില്ല ഡ്രസ്സ്. അത് നമുക്ക് കഴിഞ്ഞ വർഷം ഇത് തന്നെ സംഭവിച്ചത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എവിടെ വണ്ടി ഇടും എന്നറിയാതെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിലും സൺഡേ ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും. പെരുന്നാളാകുമ്പോ പിന്നെ പറയേ വേണ്ട. പണ്ട് നമുക്ക് ഈ ഓവർ ബ്രിഡ്ജിന്റെ അടിയിലായിരുന്നു. ഇപ്പൊ അതും എടുത്തില്ല. അത് പറഞ്ഞു താഴെ വീഴും. കാരണം അതിന്റെ അടിയിൽ ആരും വണ്ടി എടുത്തില്ല. അതുകൊണ്ടാണ് പ്രശ്നം. കുറച്ച് നാൾക്ക് മുന്നേ നമ്മൾ വേറൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ പണി നടക്കുവാണ്, സ്പോർട്സിന് ഇങ്ങനെ താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ നേരത്തേക്ക് ഇതിന്റെ താഴെയായിരുന്നു വണ്ടി ഇടുന്നത്. അപ്പൊ അവിടെ ഇടാൻ പറ്റില്ല, ഇങ്ങോട്ട് നീക്കുകയാണ്. തണുത്ത കാറ്റൊക്കെ കൊണ്ട് എപ്പോ മഴ പെയ്യോന്ന് അറിഞ്ഞില്ല. ഞങ്ങളുടെ നില ബേബിയാണ് അന്നാടൊന്ന് പോകുന്നത്. അങ്ങനെ കാറ്റിന് എതിരെ നിൽക്കും.
ആളുണ്ടേരി അത് കൂട്ടണം. ഇത് വല്ലാത്തൊരു ലാൻഡിങ്. നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ നമ്മളാ നോയമ്പിന്റെ സമയമായപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ സാധനമുണ്ട്. ഞങ്ങൾ ഒരു പ്രാവശ്യം മറ്റേ കാറ്റാടി മരത്തിന്റെ അവിടെയൊക്കെ പോയില്ലേ, അവിടെയൊക്കെ മൊത്തം സെറ്റപ്പ് ആക്കി ഫുഡ് കോർട്ടും അല്ല അങ്ങനെ നമ്മൾ ഈ ഹട്ട് മുകളിലോട്ട് കയറുന്ന കുറെ. ഞങ്ങൾ ഇത് അങ്ങോട്ട് പോയിട്ടില്ല, നോയമ്പ് ആയിട്ട് ഞങ്ങൾ നമ്മൾ മുമ്പ് അവിടെ നിന്ന് വ്ലോഗ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിലൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അവിടെ കുറെ റൈഡും അങ്ങനെയുള്ള കാര്യങ്ങളും അത് വേറെ ഒരു സാധനം ഇല്ലായിരുന്നു. ഇപ്പൊ ആ സമയത്ത് ഇഷ്ടം പോലെ. പക്ഷെ രാത്രി വ്യൂ ആണ് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത്. അവിടെ ഈ ഓരോ നമ്മുടെ ഈ ഇപ്പൊ ആലപ്പുഴക്കാരുടെ മിക്ക റീൽസിലും അത് തന്നെ സെയിം സാധനം. അങ്ങനത്തെ ഇപ്പൊ ഇവിടെ മറ്റേ പാരാഗ്ലൈഡിങ് എന്ത് സാധനം, ആ സാധനം വന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് തിരിച്ച് റീൽസ് ഇട്ട് തിരിച്ച് ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങനെ ഓഫ്. ഞാൻ വെച്ച് പടച്ച് ഓഫായി. അപ്പൊ അത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ മനസ്സിലായി. ഞാൻ വിചാരിച്ചു പടച്ചു എന്റെ എഞ്ചിൻ വല്ലതും പോയി, തീർന്നു പണി തീർന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നത് ഇങ്ങനെ കിടന്ന് ആടി 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 ആടി. ഞാൻ വിചാരിച്ചു നൈസായും പറഞ്ഞു മിക്കവാറും കടലിൽ പോവായിരിക്കും അങ്ങനെ. പക്ഷെ അത് അവര് അത് കൊണ്ടുവന്ന് ഞാൻ വിചാരിച്ചു അന്തവും എന്തെല്ലാം സാധനം ഇറങ്ങി പോകുന്നു. പക്ഷെ അതേ കണക്ക് നല്ല സമാധാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയിട്ട് നേരെ വന്ന് താഴത്ത് നിന്നു. അങ്ങനത്തെ നമ്മള് ബീച്ചിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പൊ കൊറേ നാള് കഴിഞ്ഞ് ബീച്ചിൽ പോയോണ്ട് നമ്മള് കുറച്ചധികം നേരം അവിടെ ഇരുന്നു. അധികം വീഡിയോസ് ഒന്നും എടുത്തോന്നില്ല. ഇങ്ങനെ കുറെ നേരം സംസാരിച്ച് ബജിയൊക്കെ കഴിച്ച് പിന്നെ കപ്പയും കക്കാറച്ചിയൊക്കെ കഴിച്ച് അങ്ങനെ കുറെ നേരം ഇരുന്ന് പോകുന്നു. ഇതേ ഞങ്ങള് വീട്ടിലോട്ട് പോവാണ്. സാധാരണ ഞങ്ങള് ബീച്ചിൽ പോകുമ്പോ ആരെങ്കിലും ഒക്കെ കാണുന്നു. പക്ഷെ പ്രത്യേകിച്ച് ഭയങ്കര ആളായിരുന്നു. ആദ്യം ഞങ്ങൾ ഇരുന്ന സ്ഥലത്ത് വലിയ ആളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ശരിക്കും തിരക്കായി പോയി. അപ്പൊ വീഡിയോ എടുത്താൽ ആ സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് ഭയങ്കര നമ്മുടെ തൊട്ടടുത്ത് തന്നെ കുറെ ആൾക്കാരൊക്കെ വന്നു. അപ്പൊ അവരുടെ പുറകെയുള്ള വർത്താനങ്ങളും എല്ലാം വരും. അതുകൊണ്ട് പിന്നെ ഞങ്ങള് പിള്ളേര് കളിക്കാനും ഇതിനൊക്കെ പോയി. അങ്ങനെ വീഡിയോ നടന്നില്ല വീഡിയോ എടുക്കല്. അതെ, സാധാരണ ബീച്ചിൽ പോകുമ്പോ നമ്മള് അല്ലെങ്കിൽ ബീച്ചിൽ ചെല്ലുമ്പോ അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ എടുത്ത ഷോർട്സ് പോലും നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഭയങ്കര തിരക്കും കാര്യമാണ്. നെറ്റ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ട് വേണം അത് പോസ്റ്റ് ചെയ്യാനായിട്ട്. നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ നമ്മള് ഷോർട്സ് എടുത്തിട്ട് ഇറങ്ങിയത്. ഈ ഇത്രയും ആൾക്കാരെല്ലാം കാര്യങ്ങൾ വന്നോണ്ടാണ് ഭയങ്കര നമുക്ക് നെറ്റ്വർക്ക് പോലും കിട്ടുന്നില്ല. ഇങ്ങനെ കറങ്ങി നമുക്ക് തമ്മനയിൽ പോലും അടിക്കാൻ പറ്റുന്നില്ല. ഇവിടെ രണ്ടുപേര് കളിച്ച് തളർന്നിരിക്കുകയാണ്. അവിടെ വെച്ച് അച്ചുവിന്റെ ഒരു കൂട്ടുകാരനെ കണ്ടു. പിന്നെ അച്ചു അവിടെ പോയി അവരുമായിട്ട് ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. ഹാപ്പി ആ ടൈമില് നമ്മുടെ കൂടെ ഇരുന്ന് അവിടെ ഇരുന്ന് കളിച്ച്. അതിനു മുന്നേ രണ്ടുപേരും കൂടി ഭയങ്കര ഓടിക്കളിയായിരുന്നു. അതിന്റെ തളർച്ചയാണ് കാണുന്ന രണ്ടുപേരിലും. ഇവിടുന്ന് പോയപ്പോഴത്തേക്ക് ഒരുങ്ങി നല്ല ഇതല്ലായിട്ട് ഇത് കയ്യാപ്പയുടെ മുടിയുടെ ആ സ്റ്റൈല് കാണുമ്പോൾ അവിടെ ഭയങ്കര കളിയും ബഹളമായിരുന്നു. പിന്നെ ഡ്രസ്സ് ഇത്തിരി ലൈറ്റ് കളർ ആയതുകൊണ്ട് ഞങ്ങൾ കുറെ നേരം പിടിച്ചിരുത്തി. പിന്നെ അനിയുടെ ഇക്കേനെയും പിള്ളേരെയും കണ്ടായിരുന്നു. പിള്ളേരിവിടെ ഉണ്ടായിരുന്നു വീട്ടില്. രാവിലെ അവരുണ്ടായിരുന്നു. ബീച്ചിൽ വെച്ച് നമ്മൾ പിന്നെ അവരെ കണ്ട് പിന്നെ കുറെ നേരം അവരുമായിട്ട് സംസാരിച്ചിരുന്നിട്ടാണ് പോയത്. ഇവരും പിള്ളേരുമായിട്ട് ഭയങ്കര കളിയൊക്കെ ആയിരുന്നു.
അവര് സെക്രട്ടറി നമ്മളുടെ വട്ടപ്പള്ളി സെക്രട്ടറി സാറ് പെരുന്നാളിന്റെ തലേന്നൊക്കെ ഭയങ്കര ആഘോഷമാണ്. അവരപ്പൊ ഇന്നലെ പോയില്ല, ഇന്നലെ ഭയങ്കര തിരക്ക്. അപ്പൊ ഇന്ന് അവിടെ ഒന്ന് കേറി ചെയ്തില്ല. നമ്മള് മുല്ലയ്ക്ക് ചെറുപ്പണൊക്കെ അപ്പൊ അവിടെ കേറിയിട്ട് ഒന്ന് പോത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഇറങ്ങി. അവര് നേരത്തെ വന്നേന്ന് തോന്നുന്നു. ഇരുട്ടുന്നതിന് മുന്നേ പോയി. അതെല്ലാം ഭയങ്കരമായിട്ട് മഴക്കാറായിരുന്നു. മഴ പെയ്ത 2 വീലറിലാണ് വന്നത്. മഴ പെയ്യുന്നതിന് മുന്നേ പോകാൻ വേണ്ടി പെട്ടെന്ന് പോവുകയും ചെയ്തു. അതെ, ബീച്ചിൽ ഇരുന്നപ്പോ ഓർത്ത് മഴ പെയ്യും, മഴയും കൊണ്ട് ഓടേണ്ടി വരും എന്നൊക്കെ വിചാരിച്ച, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇവിടെ എമ്പുരാന്റെ തിരക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പൊ കറക്കങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ പിന്നെ വീട് തിരിച്ചെത്തി. അപ്പൊ ഇനിയിപ്പൊ അനിയുടെ വീട്ടിൽ പോണം. വന്നിട്ട് പിന്നെ ഫുഡ് രാത്രി ഇങ്ങോട്ട് വരുന്നതായിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ ഉമ്മാനെ കണ്ടിട്ടുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞാ വീട്ടിൽ പോയിട്ട് വരാന്ന് പറഞ്ഞ് അച്ഛൻ വന്നപാടെ ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടേ. അപ്പൊ ഇന്ന് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു. ആ സമയം കൂടെ അച്ഛൻ ബാത്റൂം വീട്ടിലിരാൻ വേണ്ടി കയറി. കയ്യാപ്പി ഞങ്ങളോട് നിൽക്കുവായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലോട്ട് ഭയങ്കര കളിയും ബഹളമായിരുന്നു. അതുകൊണ്ട് കയ്യാപ്പിക്കുന്ന കോട്ടം ക്ഷീണം വരാൻ ഉറക്കം വരാൻ തുടങ്ങി. അങ്ങനെ അപ്പോ ഇത്രയൊക്കെയുള്ള ഗൈസ്, ചെറിയ പെരുന്നാൾ പോലെ തന്നെ നമ്മുടെ വ്ലോഗ് ഭയങ്കര ചെറുതാണ്. അപ്പോൾ എല്ലാരും നിങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.